look at you and it's easy to see. എൻ്റെ ആദ്യത്തെ ഒരു ഫേസ് റിവീൽ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ സൺഡേ പതിവ് പോലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. വൈകുന്നേരം ഒരു 4:30 ആകുമ്പം നമ്മൾ ഇറങ്ങിയതാണ്. കരോൾ ബാഗിലൊക്കെ നമ്മൾ പോകുന്നത്. 4:30 അവിടെ അധികം ജനത്തിരക്കൊന്നുമില്ല. തിരിച്ചു വരാനാകുമ്പോഴത്തേക്ക് ആൾക്കൂട്ടം കൂടുതലായിരിക്കും. കുഞ്ഞുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രതിമയത്. അവർക്കതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിന് മേലെ കയറി നിൽക്കണം, തൊടണം. ഞാൻ സാധാരണ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഡീസൻ്റാണ്. ഫോണൊന്നും അധികം കൈമേൽ എടുക്കുകയില്ല. ഇപ്രാവശ്യം എനിക്കൊന്ന് വ്ളോഗ് ചെയ്യണം തോന്നി. 3 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് മാറിക്കയറാനുണ്ട്. പോകുമ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കിയത്. ഇനി മാറിക്കയറാനുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നുണ്ടായി, പക്ഷെ നമുക്ക് കിട്ടിയില്ല, മിസ്സായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചുറ്റില്ല വെറുതെ വീഡിയോ ഒക്കെ എടുത്തേക്ക് അയച്ചു. സീറ്റൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഒരു നല്ല മനുഷ്യൻ, അയാൾ വേഗം കുഞ്ഞിനെ അടുത്ത് കണ്ടുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് വേഗം എണീച്ച് തന്നു, സീറ്റ് തന്നു. സാധാരണ ഹിന്ദിക്കാരൊന്നും എണീച്ച് തരുമൊന്നുമില്ല. കണ്ടാൽ കാണാത്ത പോലെ ഫോൺ നോക്കിയിരിക്കുകയുള്ളൂ. കരോൾ ബാഗിൽ ഇറങ്ങിയ പാട് നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറിയത്. അവിടെ നല്ല മസാല ദോശ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി ഷോപ്പിങ്ങിന്. നല്ല തിരക്കുണ്ട്. അപ്പം ബാഗും ഫോണ് പേഴ്സ് എല്ലാം നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അത്രയ്ക്കും ആൾക്കൂട്ടമുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ചെരുപ്പ്, ഡ്രസ്സ്, വാച്ച്, ടോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവർ കല്യാണത്തിന് ഉപയോഗിക്കുന്ന ജെൻസ് മോഡലും ലേഡീസ് മോഡലും നല്ല ഭംഗിയുണ്ട്. ഇവർ കുറച്ച് ആർഭാടയച്ചു. കല്യാണത്തിന് നല്ല രസമാണ് ഇവരുടെ ഡ്രസ്സെല്ലാം കാണാൻ. ഓരോന്നിൻ്റെ റേറ്റ് അതിൻ്റെ അപ്പുറം തന്നെ കൊടുത്തിട്ടുണ്ട്. 300-ൻ്റെത് വേറെ, 250-ൻ്റെ വേറെ എന്നിട്ട് ഇങ്ങനെ വേറെ വെച്ചിട്ടുള്ളത്. ഡ്രസ്സെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇനിയിപ്പം തണുപ്പ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്ന ബനിയൻ മോഡല് അത് അധികം അവിടെ കണ്ടത്. ഇഷ്ടംപോലെ ആളുണ്ട്. ഫുഡ് ഐറ്റംസ്, കമ്മല്, ഡ്രസ്സ്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഫോണിൻ്റെതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെയുണ്ട്. 7:30 എവിടെ നമ്മളവിടെ നിന്ന് വിട്ടിനി. പോകുമ്പോൾ നല്ല എനർജി ഉള്ള ആൾ ഞാനായിരിക്കും. തിരിച്ചു വരുമ്പോൾ ഉള്ള എൻ്റെ അവസ്ഥയാണ് ഇത്. കാര്യമായിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മെട്രോയിൽ കയറി കഴിഞ്ഞാൽ കുഞ്ഞിയും കരയുമ്പം പാട്ട് വെച്ച് കൊടുക്കും ഫോണിൽ. അപ്പോൾ ടാറ്റ, നമ്മൾ വീട്ടിലേക്ക് പോവേന്ന്.